ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ശില്പാസ് മാജിക്കൽ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് ആണ്. എൻ്റെ ഒരു സ്ലോ മോർണിംഗ് റൂട്ടീനാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണേ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ലേറ്റ് ആയിട്ടൊന്നും എഴുന്നേക്കുന്ന ഒരാളായിരുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു 6 മണിയാകുമ്പോൾ കണ്ണുറക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കണ്ണ് തുറപ്പിക്കും. അച്ഛനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛന് വേറെ ആരും ഉറങ്ങുന്നത് ഇഷ്ടമല്ല. അത് കാരണം കൊണ്ട് ഞാൻ അധികം നേരം ഒന്നും ഉറങ്ങാറില്ല. പിന്നെ ഞാനിങ്ങനെ ചുമ്മാ മടി പിടിച്ചൊക്കെ അങ്ങനെ കിടക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു രാവിലെ എന്ന് പറയുന്നത്. സോ ഇവിടെ വരുമ്പോൾ യൂന് പാല് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാനിങ്ങനെ മനഃപൂർവ്വം ലേറ്റ് മോർണിംഗ് ആക്കും. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ദിവസം വേഗം തീർന്നു പോകുമല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് 2 വീഡിയോ എടുക്കണം. ഒന്ന് ഈ സ്ലോ മോർണിംഗ് റൂട്ടീനും, പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫ് കെയർ ഇൻ ദ സെൻസ് എനിക്ക് ഫ്ലൈറ്റ്സ് ഉള്ള ദിവസമാണ് വരാൻ പോണേ. അപ്പോൾ പോണേക്ക് മുമ്പ് നമ്മൾ ഗ്രൂമിങ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ലൈക്ക് നമ്മൾ വാക്സ് ചെയ്യണം, നെയിൽ പോളിഷ്, ഇപ്പം കയ്യിൽ നിന്ന് കുറേയൊക്കെ പോയിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഇത് ചെയ്യണം, പിന്നെ ഫേഷ്യൽ ഹെയർസ് കളയണം, പിന്നെ ത്രെഡ് ചെയ്യണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ദിവസം കൂടിയാണെന്ന്. സോ എനിക്ക് 2 വീഡിയോ എടുക്കണം. അങ്ങനെ പിന്നെ ഇന്ന് റൂം നല്ല പോലെ വൃത്തികേടായിട്ടാണ് കിടക്കണേ. റൂംമേറ്റ് സാക്ഷി ഈസ് നോട്ട് വെൽ ലാസ്റ്റ് 2 days ആയിട്ട്. അതിവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വെതർ ചേഞ്ചിൻ്റെ ഒക്കെയാണെന്നാണ് അവൾ പറയണത്. കാരണം പെട്ടെന്ന് കൊടും തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുകയാണല്ലോ. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ ഈ വരികയും പോയൊക്കെ ചെയ്യണ കാരണം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കണമെന്നൊരു മനസ്സിലാവില്ല. സോ എന്താ പറയുക, റൂം ഇവിടെയൊക്കെ അടിച്ചു വാരണം. പിന്നെ കിച്ചൺ ഏരിയ കുറച്ച് അലമ്പായിട്ടാണ് കിടക്കണേ. അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. എൻ്റെ കുറച്ച് സാധനങ്ങൾ എൻ്റെ പെട്ടിയിൽ നിന്ന് മാറ്റണം, പെട്ടിയിലേക്ക് കുറച്ച് സാധനം എടുത്തിടണം. അങ്ങനെ കുറച്ച് പാക്കിങ്, അൺപാക്കിങ്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, അവരോട് സംസാരിച്ചു. പിന്നെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ ഞാൻ ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്യാന്ന് പറയുന്നത് ഓടിപ്പോയി TV ഓൺ ആക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പല്ല് തേച്ചു, ഫ്രഷൊക്കെ ആയി. അപ്പോൾ ഞാനിനി എന്തുണ്ടാക്കും, എന്ത് കഴിക്കും എന്നാലോചിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാൻ ഇപ്പം എന്തായാലും മൂടില്ല. ഉച്ചയ്ക്ക് എനിക്ക് എന്തായാലും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണം. സോ ഞാൻ ആദ്യം തന്നെ ഒരു കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലുണ്ടാക്കി. ഇനി ഞാൻ കോഫി ഉണ്ടാക്കും. പിന്നെ ബ്രെഡ് ഉണ്ടാക്കും. ബ്രെഡ് സാൻഡ്വിച്ച് പോലെ എന്തെങ്കിലും. അപ്പോൾ ഇതായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഓക്കെ, സോ എനിക്ക് സത്യം പറഞ്ഞാൽ കോഫി ഉണ്ടാക്കാൻ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. എന്താ ചെയ്യുക, എല്ലാം കൂടെ ഈ സംഭവം വെച്ചാണ് ഞാൻ കോഫി ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ കോഫി പൗഡർ വലിയ ടിന്നൊന്നും വാങ്ങിക്കാറില്ല. കാരണം ഫ്ലൈറ്റുള്ള ദിവസങ്ങളിലൊന്നും എന്തായാലും കോഫി കുടിക്കാൻ പറ്റില്ല മോർണിംഗ്. കാരണം നമുക്ക് രാവിലെ ഫ്ലൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് BA ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. BA ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കോഫി, പിന്നെ കഫ് സിറപ്പ്, അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് സംഭവങ്ങളുണ്ട്. അത് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ BA പോസിറ്റീവ് ആവും. ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ നമുക്ക് ഫ്ലൈറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ അല്ലാതെ കുറച്ച് കോൺസിക്വൻസസ് ഉണ്ടാവും. സോ ഞാൻ കോഫിക്ക് വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല, എന്ന് കോഫി ഉണ്ടാക്കുമ്പോഴും ഞാനിങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു അളവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കുറച്ച് പാലെടുക്കും, തിളപ്പിക്കും. പക്ഷേ കറക്റ്റ് എൻ്റെ ഈ ഒരു കപ്പിലത് ഫിറ്റാവും. എനിക്കറിയില്ല. ഞാൻ ബാക്ക് ക്യാമറയിൽ സംസാരിക്കാം, അതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ ഈസി. സോ എൻ്റെ കോഫി റെഡിയായി. നമുക്കൊരു സ്പൂണ് കൊണ്ടൊന്ന് ചിലപ്പോൾ ഞാൻ ചില മണ്ടത്തരങ്ങൾ കാണിക്കാം. ഗ്യാസ് ഓഫാക്കാൻ മറന്നുപോയി. കോഫി റെഡിയായി. കോഫി കുടിക്കാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പം ഇനിയിപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ചിനുള്ള കുറച്ച് സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടെ ഉണ്ടാക്കി കഴിക്കണം. പ്രത്യേകിച്ച് അതും കൂടെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ മോർണിംഗ് റൂട്ടീനൊന്നും ഇല്ല. കാരണം ബാക്കിയെല്ലാം ഞാൻ ചെയ്തല്ലോ. സോ ഞാനപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കട്ടെ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കഴിക്കും കേട്ടോ. കുറച്ച് പപ്പായ, ഓറഞ്ച്, അതൊക്കെ ഞാൻ കഴിക്കും. പിന്നെ കുറച്ച് സ്ട്രോബെറി ഇരിക്കുന്നുണ്ട്, അതും കഴിക്കും. സോ ഞാനപ്പം ബ്രെഡ് സാൻഡ്വിച്ച് ആക്കട്ടെ. ഗായ്സ്, ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി, പിന്നെ ഒരു കോഫി ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പോകണം. സോറി ഗൈസ്, ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോയിൽ എൻ്റെ തലയുടെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാണാനൊരു വീഡിയോ രസമില്ല. സോ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി എടുക്കാമെന്ന്. ഞാൻ ഓൾറെഡി 2 ബൈറ്റൊക്കെ എടുത്തായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റും അതേപോലെ തന്നെ ക്യാപ്സിക്കം ആൻഡ് ഒനിയൻ പിന്നെ സോസൊക്കെ കൂടിയിട്ടാണ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. അല്ലെ ഓൾറെഡി കഴിച്ചതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, വായിൽ ഫുഡ് വെച്ചിട്ട് സംസാരിക്കരുതെന്നാണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഇങ്ങനെ കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കും. പിന്നെ ബ്രെഡ് കുറച്ച് കൂടുതൽ ക്രഞ്ചി ആയിപ്പോയി, ഇങ്ങനെ കറുമുറുന്നായിപ്പോയി. കുഴപ്പമില്ല, എന്നാലും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ മതി. പക്ഷേ ലഞ്ച് ഞാൻ മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ. എനിക്ക് ചോറ് കഴിക്കണം, എന്തായാലും എനിക്ക് ചോറില്ലാതെ പറ്റില്ല. ഒരു ദിവസമെങ്കിലും എനിക്ക് ഒരു തവണയെങ്കിലും ചോറ് കഴിക്കണം. ഞാൻ ചോറും എന്തെങ്കിലും കറി ഉണ്ടാക്കും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ എന്താ പറ്റുക വയർ അപ്സെറ്റ് ആവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് നമ്മൾ ഇവിടുത്തെ കഴിക്കുമ്പോൾ. കാരണം ഇവിടുത്തെ ഫുഡിൽ എപ്പോഴും ഉണ്ടാവുന്ന എന്താ, പരിപ്പ്, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, അങ്ങനത്തെ സംഭവം. അതൊന്നും മര്യാദയ്ക്ക് കുക്ക് ചെയ്യില്ല, ചുമ്മാ അരിഞ്ഞ് പുഴുങ്ങി അങ്ങനെയൊക്കെ. നമുക്ക് അങ്ങനെയൊന്നും കഴിച്ച് ശീലമില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ കഴിക്കുക. അപ്പോൾ കഞ്ഞി എനിക്ക് മതി. കഞ്ഞിയും പിന്നെ അതുപോലെ എന്തെങ്കിലും കുഞ്ഞു തോരനൊക്കെ പോലെ വെണ്ടയ്ക്ക് മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ കോവയ്ക്ക് മെഴുക്കുവരട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പിന്നെ തൈരൊക്കെ കൂടി കഴിക്കും. എനിക്കത് ദാറ്റ്സ് ഇനഫ്. പക്ഷെ ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ പരിപ്പ്, ഉരുളക്കിഴങ്ങ്, കുള്ളിച്ചിലും ആക്ച്വലി ഫുഡൊക്കെ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ അടിപൊളിയാണ്. അത് കഴിച്ചതിൻ്റെ റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈങ് അല്ല അത് കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആ സംഭവങ്ങളൊക്കെ നിർത്തി ഞാൻ തന്നെ കുക്ക് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിന് കഴിക്കാൻ തുടങ്ങിയത്. എങ്ങനെയാണെങ്കിലും രണ്ടിനും രണ്ടിൻ്റേതായ ഗുണങ്ങളുണ്ട്. നമ്മൾ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെ കുക്ക് ചെയ്യണമെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാവും, നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ. പക്ഷേ നാട്ടിലെല്ലാ സാധനങ്ങളും കിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കൊണ്ടുവരണം എന്നാണ് വിചാരിക്കണത്. അച്ചാർ പോലും നമുക്ക് നാട്ടിലത്തെ അച്ചാർ ഇവിടെ കിട്ടില്ല. ഇവിടെ മിക്സ്ഡ് വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അച്ചാറായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറേ അച്ചാറൊക്കെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ കുറച്ച് അച്ചാർ, കുറച്ച് എനിക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരും. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ഇങ്ങനെ PG-യിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം മാറി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കാം. അത് വേറൊരു ഫീലാണ്. നമുക്കൊരു സെൽഫ് കെയർ ആയിട്ട് തോന്നാം. നമ്മളെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാട്ടോ, ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് സൺഡേ ഞാനും സാക്ഷിയും കൂടെ റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്ത കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിടാനൊക്കെ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി റൂം ക്ലീൻ ആയിട്ടാണ് നടക്കണത്. പിന്നെ രാവിലെ തിരക്കിട്ട് അവൾ റെഡിയായി പോകുന്ന സമയത്ത് ഒന്ന് മെസ്സാവുന്നതാണുള്ളൂ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ക്ലീൻ ചെയ്താൽ ഓക്കെ ആവും. പിന്നെ ഫുള്ളും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. അതിനുശേഷം ഞാൻ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അതിനെനിക്ക് കറക്റ്റ് ഒരു ടൈം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എപ്പോഴാണോ പറ്റുന്നത് അങ്ങനെ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യം കുറേ നാൾ യോഗയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചൊക്കെ അറിയാം. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ യോഗ പഠിപ്പിക്കണ ആശാനുണ്ട്, ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ കുറച്ച് ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിലൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ എനിക്ക് റിലാക്സിങ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇൻഹെയിലും എക്സൈലൊക്കെ ചെയ്ത് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യും. അപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായ പോലെയും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയ പോലെയൊക്കെ തോന്നും. എൻ്റെ ആ ഒരു ദിവസം എനിക്ക് നല്ലതാവാറുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ. എന്തെങ്കിലും വർക്കൗട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെ യോഗയോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെറ്റർ ഫീലാണ് തോന്നാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. യെസ് ഗായ്സ്, അപ്പം ഞാൻ കുറച്ചേരം ഒന്ന് ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്തു. അതെപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ഇന്ന സമയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ചെയ്തത്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം അത് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം വാഷ്റൂമിൽ പോവും, പല്ലിലേക്കും. അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാറുണ്ട്.
അപ്പോൾ ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഞാനങ്ങനെ എന്താ പറയുക ഫേസ് മാസ്ക് സംഭവങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് ഞാൻ എന്തോ ക്ലീനപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ മേക്കപ്പ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എന്നാൽ കുറച്ച് ഒരു ചെറിയൊരു ഫേസ് പാക്ക് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, ഞാനങ്ങനെ ഫേസ് പാക്കായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കേർഡ് മാത്രമായിട്ടാണ് ഇടാറുള്ളൂ. വേറെ ഒന്നും യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല, എനിക്ക് പേടിയാണ്. സാധാരണ എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്, എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്. അപ്പോൾ പിന്നെ എനിക്കറിയില്ല, ആവശ്യമില്ലാതെ ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു സ്കിന്നിൽ വെറുതെ ചുമ്മാ അതും ഇതൊക്കെ വരുത്തിച്ച് കൊളാക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ആയിട്ട് ഞാൻ എപ്പോഴും ആകെ ഒന്നേ ചെയ്യാറുള്ളൂ, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, ലിപ് ബാം യൂസ് ചെയ്യും. പിന്നെ വെയിലത്തേക്ക് പോകേണ്ട ആവശ്യം വരാണെങ്കിൽ ഫ്ലൈറ്റുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ യൂഷ്വലി സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. അല്ലാതെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇത്രയാണ് ഞാൻ ആകെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കേർഡ് മുഖത്തിടാം, എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കളയാം. പിന്നെ അത് കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം, ത്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ കുളിക്കുമ്പോൾ ഞാൻ കയ്യിലെ ഹെയർ കളയും, കാലിലെ ഹെയർ കളയും. പിന്നെ ഒരു ബോഡി സ്ക്രബ് യൂസ് ചെയ്തിട്ടായിരിക്കും കുളിക്കുക. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിനകത്തൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ നല്ലൊരു ബോഡി സ്ക്രബും കൂടി യൂസ് ചെയ്തിട്ടായിരിക്കും കുളിക്കുക. അപ്പോൾ അത് എന്തൊക്കെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ അപ്പം കാണിച്ചു തരാം. ഇപ്പം നമുക്ക് കേർഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് പോലെ ഇടാം. ഞാനിപ്പോൾ ഇതേ കുറച്ച് കേർഡ് എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റണ്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, കൂടുതൽ എടുത്തിട്ടൊന്നും വേസ്റ്റ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാനപ്പോൾ നൈസായിട്ട് ഇങ്ങനെ മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ക്യാമറ നോക്കിയിട്ടല്ല ഇത് ചെയ്യണേ, കാരണം എനിക്ക് ക്യാമറ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് അറിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിട്ടാണ് ഞാൻ സംഭവം അപ്ലൈ ചെയ്യണേ. ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യമില്ല. എല്ലാവർക്കും ഫ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണ വീഡിയോസൊക്കെ കാണാനാണ് ആഗ്രഹം. എന്ത് ചെയ്യാം, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ആ വീഡിയോയും ചെയ്യാം കേട്ടോ. എനിക്കും ഒരു മെമ്മറി ആവുമല്ലോ, ലേറ്റർ അതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ വരണം ഇങ്ങോട്ട്, ഞാൻ ഡോർ ഓർക്കില്ല. എല്ലായിടത്തും ആയില്ലേ? ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളഞ്ഞിട്ട് നോക്കാം. ഇപ്പം എന്തിനാണ് ഈ ഫേസ് മാസ്ക് ഇട്ടേന്ന് എന്നോട് ചോദിക്കരുത്. എനിക്കിതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, സത്യം എവിടേക്കറിയില്ല. ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് ഫേസിൽ കുറച്ച് വ്യത്യാസമൊക്കെ തോന്നാറുണ്ട്. കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയ പോലെയും അതേപോലെ തന്നെ ഒന്ന് എന്താ പറയുക ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയാറൊക്കെ ഉണ്ട്. നോർമലി എൻ്റെ നോർമൽ സ്കിന്നാണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നാവും. അപ്പോൾ ആ ഒരു ഡ്രൈ സ്കിൻ മാറി വീണ്ടും ഒന്ന് നോർമൽ സ്കിന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂഷ്വലായിട്ട് ചെയ്യാറുള്ളത്. വേറെ പാക്കുകളൊന്നും ഇടാറില്ല. ഇനിയിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്നും കൂടെ ക്ലീനപ്പ് ചെയ്യും. കാരണം ഈ ഇടയ്ക്കല്ല എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ഇടുന്ന കാരണം എന്തായാലും സ്കിന്നിനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യും. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതായില്ല. യെസ്, ഞാനപ്പോൾ ആ കേർഡ് ഇട്ടത് കഴുകിയൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫേസ് ക്ലിയർ ആയതുപോലെയൊക്കെ തോന്നി, ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.